നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയങ്ങളിൽ മുഴുവൻ കരുണയുള്ളൊരു കർത്താവിനെ കുറിച്ച് ശ്രവിച്ചത്. ആ കരുണയുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ സമയം. നാം ഇവിടെ കേട്ടത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാകുന്നത് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നാം ഇരുന്നു കൊടുക്കുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സമ്പത്ത് നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്. കുടുംബത്തിൽ ചിലരൊക്കെ ആത്മീയ വഴികൾ വിട്ടുകൊണ്ട് പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അശുദ്ധിയുടേതുമായ ഏറെ വഴികളിലൂടെ മുമ്പോട്ട് സഞ്ചരിച്ചവരൊക്കെയുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു മടങ്ങി വരവ്, ഒരു തിരിച്ചു വരവ് യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 41 തുടങ്ങുന്ന തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഒരു തിരുനാൾ ആഘോഷത്തിന് പോയ പരിശുദ്ധ ദൈവമാതാവും യോസേപ്പ് പിതാവും അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ബാലനായ യേശുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയത്. അവർ ദേവാലയത്തിൽ ചെന്ന് തിരുനാളാഘോഷമൊക്കെ കഴിഞ്ഞ് അവർ ഏത് ലക്ഷ്യത്തിന് വേണ്ടി ആ തിരുനാളിൽ പങ്കെടുത്തോ, പ്രിയമുള്ളവരെ, ആ ലക്ഷ്യമൊക്കെ പൂർത്തിയാക്കി മടങ്ങി വരുന്ന വേളയിൽ ഒരു ദിവസത്തെ വഴിയാത്രയിൽ അവർ ഒരു സത്യം മനസ്സിലാക്കിയാണ്, തങ്ങളുടെ കൂടെയുള്ള യേശു എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നെ യേശുവിനെ അന്വേഷിച്ചുള്ള മടക്കയാത്രയാണ്. ഒരു ദിവസത്തെ വഴിയാത്രയിൽ നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്തുവാൻ അവർക്ക് 3 ദിവസം വേണ്ടി വന്നു. അവർ യേശുവിനെ കണ്ടെത്തിയത് എവിടെ വെച്ചാണ്? ജെറുസലേം ദേവാലയത്തിൽ അവിടെയുള്ള പ്രധാന പുരോഹിതന്മാരോടൊപ്പം ചേർന്നിരുന്ന് സംസാരിക്കുന്ന യേശുവിനെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്നും നിത്യതയിൽ പോയി അലിഞ്ഞില്ലാതായിട്ടില്ല. മറിച്ച് ഇതൊക്കെ തിരിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വലതുകരം എഴുതി നമുക്കൊന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, അവർ ജെറുസലേം ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് അവർക്ക് അവരുടെ ബാലനായ യേശുവിനെ അവരുടെ ജീവിതത്തിൽ തിരികെ ലഭിക്കുക. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, സമാധാനം നഷ്ടപ്പെട്ട എത്രയോ വ്യക്തികൾ ഇന്ന് ലോകത്തിൻ്റെ വഴികളിലൂടെ പാപസുഖങ്ങളിലൂടെ സമാധാനം കണ്ടെത്തുവാനുള്ള അന്വേഷണമാണ്. അവർക്കാർക്കും ജീവിതത്തിൽ ഇന്നോളം യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നൽകുന്നത് യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മകനെ, മകളെ, നീ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ആ സമാധാനം കണ്ടെത്തുവാൻ ലോകത്തിൻ്റെ വഴികളിലൂടെ അലഞ്ഞ് ഇന്ന് വലിയ കെണിയിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ഒരു കുടുംബമാണോ നിൻ്റേത്? നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകണം. നിന്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നീ പോകണം. ഒത്തിരി വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വേദനകൾ പങ്കുവച്ചിട്ടുണ്ട്, അനേക ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, ഇന്നോളം ഈ ലോകത്തിൽ നമ്മെ സഹായിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുവാനോ അതിനൊരു ഉത്തരം തരുവാനോ ഒരു വഴി ചൂണ്ടിക്കാണിക്കുവാനോ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. പ്രിയമുള്ളവരെ, അവനല്ലാതെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം.
ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന വ്യക്തികളായി മാറണം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ണീരോടെ പങ്കുവെക്കുമ്പോൾ, ഈ പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ നിന്നുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിക്ക് യേശുവിന് സമാധാനം തരുവാൻ പറ്റും. ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തിക്ക് യേശുവിന് സമാധാനം തരുവാൻ പറ്റും. തകർച്ചയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ തകർച്ച യേശുവിന് എടുത്തു നീക്കാൻ പറ്റും. സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് യേശുവിന് വീണ്ടും സമ്പത്ത് നൽകി അനുഗ്രഹിക്കുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉടയവൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കേടുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ യേശു ക്രിസ്തു എടുത്തു നീക്കിക്കൊണ്ട് ദിവ്യകാരുണ്യം നമ്മളെ അത്ഭുതകരമായ രീതിയിൽ സ്പർശിക്കും. വലതെടുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പങ്കുവെക്കുമ്പോൾ ഒരു അനുഭവം ഓർമ്മയിലേക്ക് വരിക. പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം നാഗമ്പടത്ത് വെച്ച് ഷാലോമിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ്റെ 3-ാം ദിവസം ദിവ്യകാരുണ്യ ആരാധന നടക്കുക. ദിവ്യകാരുണ്യ ആരാധന ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകി. ഈ സമൂഹത്തിൽ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് നിശ്ചയിച്ച ഒരു സഹോദരി ഇരിപ്പുണ്ട്. കർത്താവായ യേശു ആ മകളെ തൊടുന്നു. ഇതാ ഓപ്പറേഷൻ വേണ്ടാത്ത രീതിയിൽ ആ സഹോദരിക്ക് പരിപൂർണമായ ഒരു സൗഖ്യം തരുന്നു. പ്രിയമുള്ളവരെ, ആ സന്ദേശം ആ സമൂഹത്തിൽ വെളിപ്പെടുത്തി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൗണ്ടറിൽ ഒരു സാക്ഷ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള HS കോൺവെന്റിലെ ഒരു സിസ്റ്ററാണ്. സാക്ഷ്യം ഇപ്രകാരമാണ്: സിസ്റ്ററിന് സർജറി ആവശ്യമായിരുന്നു. എന്നാൽ അന്ന് രാവിലെ സർജറിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾക്കായി ടെസ്റ്റുകൾക്ക് വേണ്ടി ചെന്നപ്പോൾ വീണ്ടും ഒരു സ്കാൻ ചെയ്തു. യൂട്രസിലുള്ള മുഴ കർത്താവ് എടുത്തു നീക്കി. പ്രിയമുള്ളവരെ, സാക്ഷ്യം ഇതാണ്. വൈകുന്നേരം സിസ്റ്റർ ആ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പങ്കുവെക്കുകയുണ്ടായി. ആ ദിവസത്തിന് ശേഷം കൺവെൻഷൻ അവസാനിക്കുന്നെന്ന് രാവിലെ ഈ സിസ്റ്റർ വീണ്ടും കാണുവാൻ വന്നു. അപ്പോൾ സിസ്റ്റർ പങ്കുവെച്ചത് ഇങ്ങനെയാണ്: സിസ്റ്ററിന്റെ ജൂബിലി വർഷമാണ്, 25 വർഷം പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ഏതാനും മാസം നീണ്ടു നിന്ന ആരാധന കഴിഞ്ഞ് കോൺവെന്റിലേക്ക് മടങ്ങി വന്നു. സഹോദരിമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പെട്ടെന്ന് ഈ സിസ്റ്റർ ഛർദ്ദിക്കുവാൻ തുടങ്ങി. അവരുടെ തന്നെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആ സിസ്റ്റർ പറഞ്ഞു, നാളെ സിസ്റ്റർ ഹോസ്പിറ്റലിൽ ഒന്ന് വരിക, ഒന്ന് ചെക്കപ്പ് ചെയ്യുക. പ്രിയമുള്ളവരെ, ചെക്കപ്പില് സ്കാനിങ്ങില് റിപ്പോർട്ട് ഇതാണ്: സിസ്റ്ററിന്റെ യൂട്രസ് മുഴുവൻ മാരകമായ ഒരു ബാക്ടീരിയ നിറഞ്ഞു നിൽക്കുന്നു. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡിനുള്ളിൽ മരണം സംഭവിക്കും. അത്ര മാരകമായിട്ടുള്ള ഒരു ബാക്ടീരിയയുടെ ഒരു കേന്ദ്രമായി സിസ്റ്ററിന്റെ യൂട്രസ് മാറി. പ്രിയമുള്ളവരെ, അങ്ങനെ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച ഡേറ്റായി അവിടെ ഷാലോമിന്റെ കൺവെൻഷൻ തുടങ്ങുന്ന ദിവസം ഓപ്പറേഷൻ ചെയ്യുവാൻ ടേബിളിൽ കയറി കിടക്കുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപകരണം പ്രവർത്തനരഹിതമായി. ഓപ്പറേഷൻ മാറ്റിവെച്ചു. കൺവെൻഷൻ അവസാനിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് ഓപ്പറേഷൻ വീണ്ടും കൊടുത്ത ഡേറ്റ്. വ്യാഴാഴ്ചയാണ് സിസ്റ്റർ ചെക്കപ്പിന് ചെല്ലുന്നത്. ബുധനാഴ്ച വൈകുന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു: ഈ സമൂഹത്തിൽ ഓപ്പറേഷൻ ആവശ്യമായ ഒരു വ്യക്തിയെ യേശു ക്രിസ്തു സ്പർശിക്കുന്നു. ഇതാ ഓപ്പറേഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ പരിപൂർണമായ ഒരു സൗഖ്യം നൽകുന്നു. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററിന് തന്നെയാണ് ഈ സൗഖ്യം. സിസ്റ്റർ പറഞ്ഞു, എനിക്ക് ഈ സൗഖ്യം ആവശ്യമില്ല. നമുക്ക് സ്വന്തമായ ഹോസ്പിറ്റലുണ്ട്, ഓപ്പറേഷനുള്ള ഡോക്ടറുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഈ സമൂഹത്തിൽ പാവപ്പെട്ട അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ സൗഖ്യം ലഭിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സിസ്റ്റർ പോയത്. വ്യാഴാഴ്ച രാവിലെ ഓപ്പറേഷന് വേണ്ടിയുള്ള ചെക്കപ്പൊക്കെ നടന്നു. അവസാനം മടങ്ങി പോരാൻ നേരത്ത് ഈ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യുക, വീണ്ടും ഒരിക്കൽ കൂടി ഒരു സ്കാനും കൂടി എടുക്കുക. പ്രിയമുള്ളവരെ, 2 സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുമായിട്ടാണ് സിസ്റ്റർ വന്നത്. സിസ്റ്റർ ഈ സ്കാനിങ്ങിന്റെ പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കുക, ആദ്യത്തെ യൂട്രസിന്റെ അവസ്ഥ ഇതാണ്. എന്നാൽ വ്യാഴാഴ്ച രാവിലെ ചെയ്ത ഈ സ്കാനിങ്ങില് ഇതാ പ്രിയമുള്ളവരെ, ഒരു പുതിയ യൂട്രസ് നൽകി യേശു ക്രിസ്തു ആ സിസ്റ്ററിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2 കരങ്ങളും അടിച്ച് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർക്കുക, ആ ജീവിക്കുന്ന ദൈവം ഈ ആൾത്താരിൽ ഇറങ്ങി വരിക. ആ ജീവിക്കുന്ന ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ അവിടുന്ന് സന്നദ്ധനാണ്.
അവിടുന്ന് നിന്റെ പ്രശ്നങ്ങൾ, എണ്ണമില്ലാത്ത നിന്റെ ജീവിത പ്രതിസന്ധികൾ, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ കാരണങ്ങൾ, അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യേശു ക്രിസ്തുവിന് അതെന്നേക്കുമായി എടുത്തു നീക്കുവാൻ അവന് സാധിക്കും. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തോടു കൂടെ വേണം ഇന്ന് നമ്മൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സമീപിക്കുവാൻ. ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ ഓർക്കുക, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ്, ന്യായമില്ല വിധവയുടെ ഏകമകന് ജന്മം നൽകിയവൻ, മരിച്ചുവന് വീണ്ടും ജനനം നൽകിയവൻ, ജായറോസിന്റെ മകളെ മരണത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയവൻ, അവൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജെറമിയായിലൂടെ ചോദിച്ച ദൈവം ഈ രാത്രിയിൽ നമ്മളോട് ചോദിക്കുന്ന ഏക ചോദ്യം ഇതാണ്: എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിയരെ, ദൈവത്തിന് അസാധ്യമാവിധം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കണം. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഉരുകി ഉരുകി കരയുന്നൊരു ദൈവ പൈതലാണോ നീ? ഇന്ന് യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അത്ഭുതകരമായിട്ട് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നിനക്ക് തിരികെ നൽകും. ജീവിത പങ്കാളി അകന്നു പോയെന്നോർത്ത് വ്യസനിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. മക്കളുടെ വഴിപിഴച്ച ജീവിതത്തെ ഓർത്ത്, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ടവരെ ഓർത്ത് നിലവിളിക്കുന്നവരില്ലേ? യേശുവിന് അവരെ തിരിച്ചു തരാൻ പറ്റും. യേശുവിന് അവരെ വീണ്ടും തിരികെ തരാൻ പറ്റും. ആ ഒരു വിശ്വാസവും ആ ഒരു ബോധ്യവും ആ ഒരു ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പലതുകരം ഉയർത്തി നമുക്കൊന്ന് പറയാം, ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്ന് അടയ്ക്കുക. യേശു ഇയാൾ താരയിൽ കടന്നു വരുമ്പോൾ നിനക്ക് യേശുവിനോട് പറയുവാനുള്ളത് എന്താണ്? ഇന്നലകളിൽ അനേക വ്യക്തിയുടെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി ഏങ്ങി ഏങ്ങി കരഞ്ഞ് തോരാക്കണ്ണീരോടെ എന്തെല്ലാം നൊമ്പരങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, നിരാശകൾ, തകർച്ചകൾ പങ്കുവെച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ യേശു നിന്നോട് പറയും, മോനെ മോളെ, ഈ ഭാരം നീ വഹിക്കേണ്ടതല്ല. നിനക്ക് പകരക്കാരനായി ഞാൻ നിന്റെ പാപങ്ങൾക്കും നിന്റെ അശുദ്ധികൾക്കും നിന്റെ ഭാരങ്ങൾക്കും ഞാൻ ഒരു പരിഹാരമായി മാറിയിട്ടുണ്ട്. അവൻ്റെ കരങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ കരങ്ങളിൽ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും സ്വകാര്യ ജീവിതവും നീ സമർപ്പിക്കണം. യേശു കടന്നു വരാൻ പറ്റാത്ത വിധം ഏതെങ്കിലും ഹൃദയത്തിൻ്റെ വാതിലുകൾ പ്രിയരെ നാം അടച്ചു കുറ്റിയിട്ട്, അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് ഇതെൻ്റെ ലോകം, എൻ്റെ സുരക്ഷിതത്തിൻ്റെ ലോകമെന്ന് നീ ചിന്തിച്ച് അവിടെ നീ കെട്ടി നിൽക്കുന്ന വ്യക്തിയാണോ, ഇന്ന് നീ വാതിൽ തുറന്നു കൊടുക്കണം. ആരോടും പങ്കുവെക്കാതെ, ഇന്നോളം ആരുടെ മുമ്പിലും തുറക്കാതെ ഹൃദയത്തിൻ്റെ ചില സ്വകാര്യ ദുഃഖങ്ങളുണ്ടാകാം. നീ അത് യേശുവിനോട് പറയണം. അവനാണ് ഏക പരിഹാരം. യേശുവല്ലാതെ നമുക്ക് മറ്റൊരു പരിഹാരമില്ല പ്രിയരെ. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരു വഴികളുമില്ലായിരിക്കാം. എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ സാധ്യതകളും അസ്തമിച്ചു എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ 100 വഴികൾ ഇനിയും ഇനിയും അവശേഷിച്ചിട്ടുണ്ട്. അതിനാൽ നീ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. നിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് കരഞ്ഞ് 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 കണ്ണുനീരിൽ കുതിർക്കേണ്ടതല്ല ഈ ജീവിതം. മരണത്തിന്റെ തല തകർത്തുരുത്തെഴുന്നേറ്റ യേശുവിലേക്ക് നമ്മൾ നോക്കണം. മരണമെന്ന അവസാന ശത്രുവിനെയും അവൻ തന്റെ ഉദ്ധാനത്തിന്റെ ശക്തിയാൽ പരാജയപ്പെടുത്തിയിട്ടില്ലേ? അതിനാൽ പ്രിയമുള്ളവരെ, ജീവിതത്തെ മുഴുവനായി നീ ആരാധനയിൽ യേശുവിന് കൊടുക്കണം. നമ്മുടെ കുടുംബാംഗങ്ങൾ ഈ ആരാധനയിൽ നമ്മളോടൊപ്പം ഉണ്ടാകണം.
സമീപസ്ഥരും വിദൂരസ്ഥരുമായിരിക്കുന്ന മക്കള്, പഠന ജോലി ആവശ്യങ്ങൾക്കായി വിദൂരങ്ങളിലായിരിക്കുന്നവര്, അവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വേണം പ്രിയമുള്ളവരെ ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുവാൻ. കർത്താവിന്റെ മുമ്പിൽ ശാന്തമായി നിന്നുകൊണ്ട് പരമപരിശുദ്ധൻ എഴുന്നള്ളി വരുമ്പോ അവന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ലല്ലോ. ഇന്നൊരു വേദനയോടെ നിസ്സഹായാവസ്ഥയോടെ നമുക്ക് അവൻ്റെ മുമ്പിലായിരിക്കാം. ഹൃദയമാണ് ഒരുങ്ങേണ്ടത്. ഹൃദയത്തിൽ വരുന്ന മാറ്റമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഹൃദയം മാറാതെ നമ്മുടെ ജീവിതം മാറില്ല. നമുക്ക് ആഗ്രഹിക്കാം ഈശോയുടെ മുമ്പിൽ. ചില ബലഹീനതകളാൽ തളയ്ക്കപ്പെടുമ്പോഴും, ചില കുറവുകൾ ചാട്ടവാറടി പോലെ നമ്മെ പരിക്കേൽപ്പിക്കുമ്പോഴും, നിസ്സഹായരുടെ പാപച്ചൂഴിയിൽ നാം പുളഞ്ഞമരുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചവനെ നാം മറന്നു പോകരുത്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്താം. രണ്ട് കരങ്ങളും അവൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ജീവിതത്തെ നാം കണ്ടെത്തിയതും ഇന്ന് ഈശോയുടെ മുമ്പിൽ ഉയർത്തുവാൻ പോകുന്ന കാര്യങ്ങൾ ഇതാ വിശ്വാസത്തിൽ അത്യുന്നതനായ ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് ഉയർത്തി, എൻ്റെ പ്രിയരെ, കരമൊന്ന് നന്നായി ഉയർത്തിപ്പിടിച്ച് ആദരം തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ആദരവും തുറന്ന് വിളിക്കട്ടെ. യേശുവേ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക. ഈശോയെ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവേ, രണ്ട് കരം നെഞ്ചോട് പൈതലായി മാറ്റിയല്ലോ, എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. പൈതലാക്കി മാറ്റിയല്ലോ, എന്നെ വിളിച്ചു യേശുവേ. രണ്ട് കരമുയർത്തി ചേർന്ന് പാടുന്നു. സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സർവ അങ്ങേപ്പോലൊരു. വീണ്ടും ഈശോയോട് പറയാം, നീ നല്ലവനാണ് കർത്താവേ. കരങ്ങളൊന്ന് വീശി എല്ലാവരും ചേർന്ന് യേശുവേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അങ്ങേപ്പോലൊരു ദൈവമില്ല. ചേർന്ന് അങ്ങേപ്പോലെ സ്നേഹത്തോടൊന്ന് ചേർന്ന് നിൽക്കാമോ? യോഹന്നാൻ യേശുവിന്റെ മാറോട് പറ്റിച്ചേർന്ന് കടന്നതുപോലെ ക്രിസ്തുവിന്റെ മാറോട് ഒരു കുഞ്ഞിനെ പോലെ പ്രിയ സഹോദര സഹോദരി നീ ഒന്ന് ചേർന്ന് കിടക്കും. അവൻ നിന്റെ ജീവിതത്തിന്റെ പാപവും ഭാരവും വേദനയും ദുഃഖവും ഒക്കെ ഏറ്റെടുക്കുന്നവനാണ്. അസാന്നിധ്യം ഒന്ന് അനുഭവിക്കും, അസാന്നിധ്യം ഒന്ന് അനുഭവിക്കും. ശത്രുക്കൾ കാണുകയും വിരുന്നൊരുക്കിയിടും നോനേ
നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. ശത്രുക്കൾ കാണുകയെന്നും യേശുവേ വിരുന്നൊരുക്കിയിടുന്നോനേ. ആമേൻ. നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. രണ്ട് കരമുയർത്തി എല്ലാവരും ചേർന്ന് ഈശോയെ കണ്ട് സർവവല്ലഭൻ അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. അതേ പ്രിയരെ, അവനെ പോലെ മറ്റൊരു ദൈവമുണ്ടോ? സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല. ചേർന്ന് പാടാൻ കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, അതരം തുറന്ന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നു ദിവ്യകാരുണ്യ നോക്കി യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, ശിരസ് നമിച്ച് സർവ്വവല്ലഭൻ, അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, യേശുവേ അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഈശോയെ നോക്കിക്കൊണ്ട് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിക്കുന്ന ഈശോയെ കണ്ട് യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തുറക്കി, ഹൃദയം തുറക്കി, മനസ്സിനെ കണ്ടുപിടിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി വിളിക്കുന്നു. എൻ്റെ യേശുവേ, നീ നല്ലവൻ, യേശുവേ സർവ്വവല്ലഭൻ, അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. ദിവ്യകാരുണ്യത്തെ നോക്കി ഒന്ന് പാടാമോ? നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു:
ദാവീദ് വംശത്തിൻ്റെ താക്കോൽ തോളിലിരിക്കുന്നവൻ, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനുമായവൻ കർത്താവായ യേശു ക്രിസ്തു, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ തോളിലിരിക്കുന്നവൻ. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് പ്രിയരെ നാം ഇപ്പോൾ ഇരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യൂദയാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. യൂദയാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായ യേശു ക്രിസ്തു, വിജയശ്രീ ലാളിതനായ കർത്താവായ യേശുവിന്റെ മുമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അവന്റെ അത്യുന്നത നാമത്തിന്റെ മുമ്പിലാണ് പ്രിയരെ നാം ഇപ്പോൾ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ മഹത്വവും ആധിപത്യങ്ങളും ഏറ്റെടുത്ത സർവശക്തനായ ദൈവം, മഹോന്നതനായ ദൈവം, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനായ ദൈവം, ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ്, ഈ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ നാം നിൽക്കുമ്പോ 2 കരങ്ങളും വീണ്ടും അവന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഇതാ പ്രിയമുള്ളവരെ, അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവൻ, തകർച്ചയുടെ തിന്മയുടെ വാതിലുകൾ എന്നതേക്കും കൊട്ടിയടയ്ക്കുവാൻ അധികാരം സ്വർഗത്തിന്റെ കയ്യാളിയവന്റെ മുമ്പിലാണ് എന്റെ പ്രിയരെ നാം ഈ രാത്രിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. യൂദയാ വംശത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിനക്കൊരു വിജയമുണ്ട്. 2 കരങ്ങളും ഉയർത്തുക. നിന്റെ രോഗത്തിന്റെ മേൽ, തകർച്ചയുടെ മേൽ, കണ്ണുനീരിന്റെ മേൽ, അടഞ്ഞുപോയ അനുഗ്രഹങ്ങളുടെ വഴികളുടെ മേൽ ഈ രാത്രിയിൽ യേശു ഒരു ഇടപെടൽ നടത്താൻ പോകുക. യേശുവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. 2 കരമുയർത്തി അവനെ ആരാധിക്കുക. ഹൃദയം നുറുങ്ങി അവനെ ആരാധിക്കുക. യേശുവേ, ഇത് നിന്റെ രക്ഷയാണ്, ഇത് നിന്റെ ദൈവമാണ്, ഇത് നിന്റെ രക്ഷയുടെ സമയമാണ്. നീ ദൈവത്തിന്റെ സ്വീകാര്യ സമയത്ത്. ഒരു വാക്കു പറഞ്ഞ കരങ്ങളടിച്ച് ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. വിശ്വസിച്ച് പാടിക്കേ. യേശു ഒരു വാക്കു പറഞ്ഞ ആർക്കും എതിർപ്പാനാവുകില്ല. സത്യം. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ, അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ, അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ, അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ, അടച്ചിടുമേ. പ്രിയമുള്ളവരെ, അനേക നാളുകളായി
ചില കൃപയുടെ അനുഗ്രഹങ്ങളുടെ വഴികൾ നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മേലോ, കുടുംബത്തിന്റെ മേലോ, വംശത്തിന്റെ മേലോ, തലമുറകളുടെ മേലോ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? വരുമാന മാർഗങ്ങൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു തിന്മയുടെ ശക്തി നിനക്കെതിരെ മല്ലടിക്കുന്നുണ്ടോ? ഈ ആരാധനയിൽ ജീവിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ അവന്റെ നാമം പറയുമ്പോ പൈശാചിക ശക്തികൾ വിറകൊള്ളുന്ന യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ രണ്ട് കരമുയർത്തി ദിവ്യകാരുണ്യത്തെ നോക്കി ഈശോയെ ശത്രു ഒരു വഴിയായി വന്നാൽ ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക.
ഈ ആരാധനയിൽ ദൈവമകനെ മകളെ ഇന്ന് ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് പങ്കുചേരുന്നുവോ അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട രാത്രിയാണിത്. ഒരു കാഴ്ചക്കാരൻ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒരു കേൾവിക്കാരൻ അനുഗ്രഹം പ്രാപിക്കുന്നു ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. ഓ റോമ 10:13 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. കാരണം നിന്റെ മേൽ മനസ്സിലുള്ള ഒരു കർത്താവ് നിന്നെ നോക്കി നിൽക്കുന്ന രാത്രിയാണിത്. നിന്റെ മേൽ അനുകമ്പയുള്ള ഒരു കർത്താവ് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു രാത്രിയാണിത്. പ്രിയപ്പെട്ട ദൈവ പൈതലെ, പ്രിയപ്പെട്ട ദൈവ മകനെ, പ്രിയപ്പെട്ട ദൈവ മകളെ, ഇന്ന് രാത്രി ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണാൽ അത് കുപ്പിയിൽ ശേഖരിച്ച് എന്തിൻ്റെ പേരിലാണോ നീ കണ്ണുനീരൊഴുക്കിയത് അത് പരിഹരിച്ച് ആനന്ദത്തിൻ്റെ കണ്ണുനീരാക്കിയത് മാറ്റുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ഈ രാത്രി ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കാതെ, ഒരു നിസ്സംഗതാവസ്ഥയിൽ നിൽക്കാതെ, ഒരു മരവിച്ച അവസ്ഥയിൽ നിൽക്കാതെ, പ്രിയപ്പെട്ട ദൈവ മകനെ മകളെ, കണ്ണുനീരോടെ നീ ഹൃദയത്തെ ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെയാണ് അവർ വന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ചയക്കുമെന്ന വചനം. ഓ, കണ്ണുനീരോടെയാണ് അവർ വന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ചയക്കുമെന്ന വചനം നിന്റെ ജീവിതത്തിൽ ഇന്ന് ഈ രാത്രി അന്വർത്ഥമായി തീരുന്ന രാത്രിയാണ്. കാരണം നമ്മുടെ കർത്താവ് കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ഒരു ദൈവമാണ്. നമ്മുടെ കർത്താവ് അനുകമ്പയുള്ള ഒരു ദൈവമാണ്. ഓ, നിന്നെ കാണുമ്പോൾ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തിയിലായിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം, രോഗങ്ങൾ, തകർച്ചകൾ, വേദനകൾ കാണുമ്പോൾ അവന്റെ അനുകമ്പ ആ പ്രശ്നത്തിന് മേൽ ചൊരിയും ദൈവം. അത് നിനക്ക് സൗഖ്യമായി തീരും, അത് നിനക്ക് വിടുതലായി തീരും. പ്രിയപ്പെട്ട ദൈവമൈതലേ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിൽക്കുക, ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാനിന്നൊരു തകർന്ന വ്യക്തിയാണ്, ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്, പാപത്തിൻ്റെ പടുകുഴിയിലാണ്. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് തകർച്ചകൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ എൻ്റെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. സഹായിക്കാൻ ആരുമില്ല കർത്താവേ, ഞാൻ നിന്ന് സഹായനാണ്. എല്ലാവരും കല്ലെറിയാൻ എൻ്റെ ചുറ്റുമുണ്ട്, എല്ലാവരും കല്ലെറിയാൻ എൻ്റെ ചുറ്റുമുണ്ട്, കുറ്റപ്പെടുത്താൻ എൻ്റെ ചുറ്റുമുണ്ട്, എന്നാൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ദൈവമേ, അവിടുന്ന് മാത്രമാണ് എൻ്റെ ആശ്രയം, അവിടുന്ന് മാത്രമാണ് എനിക്ക് ആശ്വാസം. പ്രിയപ്പെട്ട ദൈവമകനെ മകളെ, ആ രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പിടിക്കാമോ? നിന്റെ നിസ്സഹായത അവസ്ഥയാണ് ആ കരങ്ങൾ ഉയർത്തുമ്പോൾ നീ വെളിപ്പെടുത്തുന്നത്. ഞാൻ തീർന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അവസ്ഥ മോശമാണ് എന്ന് നീ പ്രഖ്യാപിക്കുകയാണ്. ആ കുഷ്ഠരോഗി കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞത് എന്താണ്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും കർത്താവേ. ഇന്ന് രാത്രി നീ ദൈവത്തോട് പറ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ കരകയറ്റാൻ പറ്റും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ രോഗത്തെ സുഖപ്പെടുത്താൻ പറ്റും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാപച്ചങ്ങല ഇന്ന് രാത്രി പൊട്ടിക്കാൻ നിനക്ക് പറ്റും. നീ സർവശക്തനാണ്, നീ അത്യുന്നതനാണ്, നീ ജീവിക്കുന്നവനാണ്. ഓ, എന്റെ വേദനകളിൽ ആശ്വാസം നൽകുന്നവനാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ തകർന്ന കടൽക്കരയിൽ വന്ന് എനിക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കി വെക്കാൻ പറ്റും. ഓ, രണ്ട് കരങ്ങളും ഉയർത്തി ആ കുടുംബത്തിൽ ദുരഭിമാനം വിചാരിക്കാതെ ആ സ്ഥലത്ത് നിൽക്കുന്നിടത്ത് നിന്ന്, ഓ, ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹൃദയം പൊട്ടി വിളിക്കണം. നമ്മുടെ കർത്താവിന്റെ കാതുകൾ, ഓ, നിന്റെ സ്വരം കേൾക്കണം. മറ്റാരുടെ സ്വരത്തെക്കാൾ നിന്റെ സ്വരം അവന്റെ കാതുകളെ കേൾക്കട്ടെ, അവന്റെ കാതുകളിൽ എത്തട്ടെ. കരങ്ങൾ ഉയർത്തി ഒരു 10-20 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വിളിക്കട്ടെ, യേശുവേ. നിന്റെ കുടുംബത്തിൽ വിളിക്കുക, നിന്റെ സ്ഥാപനത്തിൽ വിളിക്കുക, ഈ ശബ്ദം കേൾക്കുന്നിടത്ത് വിളിക്കുക, ഈ ആലയത്തിൽ വിളിക്കുക. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, ഓരോരുത്തരും യേശുവിനെ വിളിക്കട്ടെ. ഓ, നിന്റെ സ്വരം നമ്മുടെ കർത്താവിന്റെ കർണമുടങ്ങളിൽ എത്തട്ടെ. നിന്റെ വേദന യേശു ആളട്ടെ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ രാത്രി എന്നെ രക്ഷിക്കാൻ പറ്റും.
ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ കയ്പുനീര്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. ഇതാ ദൈവം മടങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്നു. ദൈവം മടങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്നു. ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. കണ്ണുകൾ അടച്ച് ഒന്ന് വിളിച്ചാൽ ഓടി നിന്റെ അരികിലെത്തുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ നീരടി പാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒഴുകുന്ന കണ്ണുനീര് തുടയ്ക്കണ്ട. നിന്റെ ഭാര്യയുടെ മുമ്പിൽ കരയുന്നത് ദുരഭിമാനമായി കരുതണ്ട. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ കരയുന്നത്, അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ കരയുന്നത് ദുരഭിമാനമായി കരുതണ്ട. നിന്റെ സഹപ്രവർത്തകന്റെ മുമ്പിൽ കരയുന്നത് ഒരു ദുരഭിമാനമായി കരുതണ്ട. കാരണം കണ്ണുനീര് മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. കണ്ണുനീര് മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. നിലവിളി കേട്ടാൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണീര് കണ്ടാൽ മനസ്സൊലിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിന്റെ ഹൃദയ ഭാരങ്ങൾ ചൊരിയുന്നത്. അതാണ് നിനക്ക് ആശ്വാസമായി മടങ്ങി വരുന്നത്. ഹന്ന ദേവാലയത്തിലേക്ക് പോയി അവിടെ ആരിപ്പുണ്ട് എന്ന് നോക്കിയില്ല. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. പുരോഹിതൻ അവളെ കുറ്റപ്പെടുത്തിയിട്ടും അവൾ അതിൽ വിഷമിച്ചില്ല. അവളുടെ വേദന, അവളുടെ ഹൃദയഭാരം ദൈവത്തോട് ചൊരിഞ്ഞു. ഒന്ന് വിളിച്ചാൽ ഓടി നിന്റെ അരികിലെത്തുന്ന ഒരു കർത്താവ്, ഒന്ന് കരഞ്ഞാൽ ആ കണ്ണീരൊപ്പുന്ന ഒരു കർത്താവ്. ഈ രാത്രി നിന്റെ പ്രശ്നത്തിന്റെ മേൽ, നിന്റെ പ്രതിസന്ധിയുടെ മേൽ, നിന്റെ രോഗത്തിന്റെ മേൽ, നിന്റെ തകർച്ചയുടെ മേൽ, നിന്റെ പരാജയത്തിന്റെ മേൽ, നിന്റെ കടബാധ്യതയുടെ മേൽ ഇതാ അനുഗ്രഹത്തിന്റെ കരം നീട്ടുന്ന രാത്രിയാണ്. നീ ഒന്ന് കരഞ്ഞാൽ, നീ ഒന്ന് വിളിച്ചാൽ ഓടി വരികുന്ന ഒരു കർത്താവ്. അവന്റെ മുഖത്തേക്ക് നോക്കുക. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി തീർന്നു. അവിടുത്തെ ആശ്വാസം നിന്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇവിടെ നീരടി പാടുമ്പോൾ അറിയാവുന്നവരെ കൂടെ പാടി ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ഒന്ന് കരഞ്ഞാൽ എൻ്റെ കണ്ണുനീര് അവൻ തുടച്ചു മാറ്റും. പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കർത്താവേ, ഒന്ന് സ്തുതിച്ച അവൻ എൻ്റെ മനം തുറക്കും. കർത്താവേ, ഒന്ന് കരഞ്ഞാലോ മരിച്ചെന്നീ തുടയ്ക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ആ സ്നേഹം നീ ഓർക്കുക. എത്ര നല്ല സ്നേഹമെന്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് പാടിക്കുകയും കുടുംബത്തിൽ ഉച്ചത്തിൽ പാടും. പ്രിയപ്പെട്ടവരെ, കർത്താവേ, നിന്റെ അനുകമ്പ ചൊരിയണം, നിന്റെ കരുണ വർഷിക്കണം. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും. പിന്നെ കരുണാമയ ഞാൻ താങ്ങി നടത്തും. കർത്താവേ, ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ശാന്തി പകരും, എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. കർത്താവേ, എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്ന് ചേർന്ന് പാടിക്കുക. ഒന്ന് വിളിച്ചാൽ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഓരോ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ വലിച്ചെന്നീ തുടയ്ക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നീ വിളിച്ചാരരിയിലേക്ക് വരുന്ന ഒരു ദൈവം, നീ കരഞ്ഞാൽ ആ കണ്ണീരൊപ്പുന്ന ഒരു കർത്താവ്, നിന്റെ വേദനകളിൽ ആശ്വാസം നൽകുന്നവൻ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് സൗഖ്യവും വിടുതലും നൽകുന്നവൻ. കരങ്ങൾ ഉയർത്തി എന്തുമാത്രം അനുഗ്രഹം വേണമോ, എന്തുമാത്രം സൗഖ്യം വേണമോ, എന്തുമാത്രം വിടുതൽ നിന്റെ കുടുംബത്തിന് വേണമോ അത്ര ഉച്ചത്തിൽ വിളിക്കട്ടെ യേശുവേ.
ഈശോ നീ വന്നിടണേ, മുറിവുടക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. പ്രിയമുള്ളവരെ, ദിവികാരൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഏറ്റവും ശാന്തമായിട്ടൊന്നിരിക്കാം. ഈശോയുടെ കൂടെ മാത്രമൊന്ന് ചേർന്നിരിക്കുക. ഹൃദയം ദിവ്യകാരുണ്യത്തോട് സംസാരിക്കട്ടെ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും തരുവാനാണ് യേശു രാത്രിയിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നത്. അവൻ്റെ അടുക്കലേക്ക് വന്ന ഒരുവനെയും അവിടുന്ന് ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. അതിനാൽ ശാന്തതയിൽ ഈശോയോട് പ്രാർത്ഥിക്കുക. നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രിതമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള ആ ബോധ്യത്തോടെ ഈശോയോടൊന്ന് ചേർന്നിരിക്കുക. അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്ന സമയമാണ്. അവിടുത്തെ സ്വാതന്ത്ര്യം നമ്മുടെ ആത്മാവിൽ നിറയുന്ന സമയമാണ്. ഈശോയോട് പറയും, എൻ്റെ യേശുവേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ. അവൻ്റെ സ്നേഹമാണ് പ്രിയരെ നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നത്. അവൻ്റെ സ്നേഹമാണ് ഏത് സാഹചര്യത്തിലും ജീവിക്കുവാനും അവന് വേണ്ടി നിലകൊള്ളുവാനും നമുക്ക് ബലം തരുന്നത്. അതിനാൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടിയുള്ള എല്ലാ ഓട്ടങ്ങളും മലച്ചിലുകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ അവസാനിക്കും. മറിച്ച് അവൻ്റെ ചങ്ക് പൊട്ടി ഒഴുകുന്ന സ്നേഹമുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണം. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിവ്യകാരുണ്യത്തെ നോക്കി ഒന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ,
സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ അനേക രാജ്യങ്ങളിലിരുന്ന് അനേകർ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ആലയത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും വാട്സാപ്പിലൂടെയും. പ്രിയമുള്ളവരെ, അവരെല്ലാം നമുക്ക് സ്നേഹത്തോടെ നോർക്കാം. ഈ സമയത്ത് ദിവ്യകാരുണ്യ സന്നദ്ധിയിലിരുന്നു കൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികളുണ്ട്. അനേക രാജ്യങ്ങളിലിരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് സ്നേഹത്തോടെ നോർക്കാം. ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങളേറെ വലുതാണ്. അവരവരുടേതായ പ്രശ്നങ്ങളിൽ മനം മുഴുകിപ്പോയവരാണ്. ഒരുപക്ഷെ പ്രതിസന്ധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് ശിരസ്സുയർത്തി നോക്കുവാൻ പറ്റാത്ത വിധം തളർന്നു പോയവരുണ്ടാകാം. നിരാശയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങളുണ്ടാകാം. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാൽ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാകാം. രോഗക്കിടക്കയിൽ കിടക്കുന്നവരുണ്ടാകാം. വൈദ്യശാസ്ത്രം കൈവിട്ടിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കൃപയുടെ വാതിൽ മുട്ടിവിളിക്കുന്ന അനേക ജീവിതങ്ങളുണ്ടാകാം. എൻ്റെ പ്രിയരെ, നമുക്ക് അവരുടെ ഒന്ന് വേദന നമ്മുടെ ഹൃദയത്തിലൊന്ന് ഏറ്റെടുക്കാം. പ്രാർത്ഥനാ സഹായം ചോദിച്ചവരുണ്ട്, നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥന ചോദിച്ച എല്ലാ ജീവിതങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അവന്റെ കൺമുമ്പിലുണ്ട് അവരുടെ നിലവിളികള്, അവരുടെ കണ്ണുനീരുകള്, അവരുടെ സങ്കടങ്ങള്, അവരുടെ ഭാരങ്ങള്, അവരുടെ നിരാശകള്. യേശുവേ, അവിടെ നിന്ന് തൊടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കാലമുയർത്തി അതരം തുറന്ന് ഒരിക്കൽ കൂടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രിയമുള്ളവരെ, ഈ രാത്രി നമ്മളെല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന രാത്രിയാണ്. ഒരുപക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിലൂടെ, ഒരു ശുശ്രൂഷകൻ്റെ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം നിന്റെ കുടുംബത്തിലേക്ക് രക്ഷ കടന്നു വന്നത്. മറ്റുള്ളവർക്കും ആ രക്ഷ കിട്ടാൻ നീ പ്രാർത്ഥിക്കണം. ആ ധ്യാന കേന്ദ്ര അഭിഷേകം പ്രാപിക്കണം. സാധിക്കുമെങ്കിൽ ഈ ആരാധന മുമ്പിൽ ഇരിക്കുമ്പോൾ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അല്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സാധിക്കുന്നവർ ചെയ്താൽ മതി. ആ വേദന ഈശോയ്ക്ക് കൊടുക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ സഹിച്ച കർത്താവിൻ്റെ വീടാസഹനത്തോട് താതാത്മ്യപ്പെട്ട് നമ്മൾ കേരളത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങളെ സമർപ്പിക്കുക. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരെ സമർപ്പിക്കുക. വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അൽമാരുണ്ട്, പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥനകൾ. ഒരുപാട് മേഖലകളിൽ ശുശ്രൂഷ ചെയ്ത് ലോകത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, ആരോടും പങ്കുവയ്ക്കാത്ത ഹൃദയ നൊമ്പരങ്ങൾ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ചെലവഴിക്കുന്നുണ്ട്. ഇന്ന് നിന്റെ പ്രാർത്ഥനയാൽ ആ ധ്യാന കേന്ദ്രം അഭിഷേകം പ്രാപിക്കട്ടെ. അവിടെയുള്ള ശുശ്രൂഷകർ അഭിഷേകം പ്രാപിക്കട്ടെ. തളർന്നു പോയ കരങ്ങൾ ബലം പ്രാപിക്കണം. വഴിതെറ്റിപ്പോയ ശുശ്രൂഷകർ തിരിച്ചു വരണം. ദൈവത്തെ ഉപേക്ഷിച്ചു പോയ ശുശ്രൂഷകർക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടാകണം. ആരോടും പറയാത്ത ഹൃദയ നൊമ്പരം പേറി ജീവിതത്തിന്റെ വേദനകളിലേക്ക് പിന്നാമ്പുറത്തേക്ക് പോയ നമ്മുടെ വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായി ശുശ്രൂഷകർ ഇരട്ടി ശക്തിയോടെ മടങ്ങി വരുന്ന രാത്രിയാണിത്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഓരോ ധ്യാന കേന്ദ്രങ്ങൾ
ശുശ്രൂഷകൾ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കട്ടെ. ഓരോ ശുശ്രൂഷയിലും അഭിഷേകം പ്രാപിക്കട്ടെ. തളർന്ന കൈകളും കാൽമുട്ടുകളും ബലം പ്രാപിക്കട്ടെ. സഭയിലേക്ക് ഒരു പുതിയ ബന്ധക്കുസ്ത ഒഴുകട്ടെ. നിന്റെ പ്രാർത്ഥനയാൽ കരിസ്മാറ്റിക് മൂവ്മെന്റ് പോലെ നവീകരിക്കപ്പെടട്ടെ. ഓരോ ശുശ്രൂഷയിലും അഭിഷേകം കൊണ്ട് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സംഘമട്ടി വിളിക്കുക യേശുവേ. നിന്റെ നിലവിളിയാൽ ധ്യാനകേന്ദ്രം ഉണരട്ടെ. അൽമായി ഉണരട്ടെ. വൈദ്യർ ഉണരട്ടെ. സിസ്റ്റേഴ്സ് ഉണരട്ടെ. ശക്തി ക്ഷയിച്ച ശുശ്രൂഷകർ ബലം പ്രാപിക്കട്ടെ. അഭിഷേകം കുത്തി ഒഴുകട്ടെ. കർത്താവേ, വേദനിക്കുന്ന ശുശ്രൂഷയെ ആശ്വസിപ്പിക്കണമേ. വേദനിക്കുന്ന വൈദിക ശുശ്രൂഷയെ ആശ്വസിപ്പിക്കണമേ. സിസ്റ്റേഴ്സിനെ ആശ്വസിപ്പിക്കണമേ. സഭയെ ഉണർത്തണമേ കർത്താവേ. അൽമായ ശുശ്രൂഷയെ ഉണർത്തണമേ കർത്താവേ. എല്ലാവിധ ശുശ്രൂഷകരും ഈ രാത്രി ഇപ്പോൾ ഈ ജനത്തിന്റെ പ്രാർത്ഥനയാൽ അഭിഷേകം പ്രാപിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ശക്തിയേക്കണമേ. ഏലിശായുടെ ദൈവമേ ശക്തിയേക്കണമേ. ഏലിയായുടെ ദൈവമേ ശക്തിയേക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തിയേക്കണമേ. ദാനിയേലിൻ ദൈവമേ അവരെ ഉണർത്തണമേ. ദാനിയേൽ ദൈവമേ അവരെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി അവരിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി അവരിൽ നിറയണമേ. ആത്മാവേ അവരിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ അവരെ നീ തീയായി മാറ്റണമേ. ആത്മാവേ അവരിൽ നീ കത്തിപ്പടരണമേ. ഓരോ ശുശ്രൂഷയിലും ആത്മാവേ അവരെ നീ തീയായി മാറ്റണം. ഓരോ ധ്യാനകേന്ദ്രങ്ങളും ആത്മാവേ അവരിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ അവരെ നീ തീയായി മാറ്റണമേ. ആത്മാവേ അവരിൽ നീ കത്തിപ്പടരണമേ. ഓരോ ശുശ്രൂഷകരും ആത്മാവേ അവരെ നീ തീയായി മാറ്റണമേ. ആത്മാവേ അവരെ നീ കത്തിപ്പടരണമേ. ആത്മാവേ അവരെ നീ തീയായി മാറ്റണമേ. കർത്താവായ ദൈവമേ, അവിടുന്ന് കത്തോലിക്ക സഭയെ സ്ഥാപിച്ചതോർത്ത് സഭയെ നയിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയ്ക്ക് കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാരെയും പത്രന്മാരെയും വൈദികരെയും സമർപ്പിതരെയും തീഷ്ണരുടെ ആത്മായ പ്രേക്ഷിതരെയും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. രക്തസാക്ഷികളിലൂടെ സഭയെ വളർത്തതോർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിലൂടെ സഭയെ നയിച്ചതോർത്ത് നന്ദി പറയുന്നു. സഭയുടെ കൂദാശകൾ സ്വീകരിച്ച് സഭയിലൂടെ പാപമോചനം നേടി മരിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിയ അനേക ആത്മാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കർത്താവ് വീണ്ടും സഭയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകാവസാനം വരെയും അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കുവാൻ, അവിടുത്തെ നാമത്തിൽ പാപമോചനം നൽകുവാൻ, അവിടുത്തെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ സഭ നിലനിൽക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കർത്താവേ, അതുകൊണ്ട് സഭയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർദിനാൾമാരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽമായ ശുശ്രൂഷകരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ക്രൈസ്തവ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയൊരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ തിന്മകളിൽ നിന്നും സഭയെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് സഭയെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ തീപിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികരെ തീപിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിനെ തീപിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവവിളികളുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ, ആളുകൾ വിശ്വാസത്തിലേക്ക് മാനസാത്തിലേക്ക് വരുവാൻ, രക്ഷപ്പെടുവാനുള്ള നല്ല ദിവസങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും സഭയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം കൊണ്ട് സഭയെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കണമേ എന്ന്, ശത്രുക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അഭിഷേകത്തിന് ശക്തി കൊണ്ട് യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകുന്ന ദൈവമേ, സഭയെ ഉണർത്തണമേ ദൈവമേ. യേശുവിൻ വിശ്വാസത്തെ ഉണർത്തണമേ തിരുസഭയിൽ ദൈവമേ. കർത്താവേ, സ്തോത്രം. വിശ്വാസജ്വാല തെളിക്കാം ലോകത്തിൻ കാതുകളിൽ സുവിശേഷ സത്യമോദാ കർത്താവേ, യേശുവിൻ തിരുസഭയിൽ വിശ്വാസജ്വാല തെളിക്കാം ലോകത്തിൻ കാതുകളിൽ സുവിശേഷ സത്യമോദാ ഉണരുക പ്രിയജനമേ ഇതാണ് കൊയ്ത്തുകാലം ഉണരുക പ്രിയജനമേ ഇതാണ് കൊയ്ത്തുകാലം അഭിഷേകം അഭിഷേകം ആത്മാവാൽ അഭിഷേകം 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 വജ്രത്താൽ അഭിഷേകം പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കളുടെ ഉടയവൻ്റെ മുമ്പിൽ നമുക്ക് താഴ്മയോടൊന്ന് പ്രാർത്ഥിക്കാം. നാം അറിഞ്ഞ യേശുവിനെ അറിയാതെ ആ ആനന്ദമില്ലാതെ ഇന്ന് പാപത്തിൻ്റെയും അശുദ്ധിയുടെയും വഴികളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കാം. നാം കാണാത്തതും കേൾക്കാത്തതുമായ എത്രയോ മക്കൾ യേശു എന്നൊരു നാമം പോലും ഇന്നോളം ശ്രവിക്കാത്തവർ, അവനെക്കുറിച്ചറിയാതെ എങ്ങനെ അവർ രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വരും? അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയാതെ പാപത്തിലും അന്ധകാരത്തിലും ഇരിക്കുന്ന സകല മക്കൾക്കും യേശുവെന്ന നിത്യപ്രകാശത്തെ കണ്ടുമുട്ടുവാൻ, അവർക്ക് യേശുവിനെ അനുഭവിക്കുവാൻ, അവരുടെ അടുത്തേക്ക് യേശുവിനെ പ്രഘോഷിക്കുന്നവർ അനേകർ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ നിയുക്തരായി പറഞ്ഞയക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതെ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയണം, എല്ലാവരും യേശുവിനെ അറിയണം. രണ്ട് കരങ്ങളും വീണ്ടും നിവികാരനെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ മക്കളിലേക്ക് സുവിശേഷത്തിന്റെ ദൂതുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അനേകരെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളേറെ സ്നേഹത്തോടെ ഷാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം എത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാലഘട്ടങ്ങളിൽ രൂപം നൽകിയ ഷാലോം മിനിസ്ട്രിയെ ഈശോയുടെ കരുണയുടെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഷാലോം TV-യെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഷാലോമിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും സമർപ്പിക്കാം. അമേരിക്കയിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഷാലോം വേൾഡ് അമേരിക്കയെ നമുക്ക് ഓർക്കാം. ഷാലോം വേൾഡ് ഓസ്ട്രേലിയ ചാനലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷാലോം വേൾഡ് യൂറോപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഷാലോമിൻ്റെ 3 മലയാള ചാനലുകൾ അമേരിക്കയിലും യൂറോപ്പിലും കാനഡയും ഓസ്ട്രേലിയയിലുമുള്ള മലയാളം ചാനലുകളെ നമുക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഷാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതുക്കപ്പെട്ട ഒരു അഭിഷേകം ഈ വേളകളിൽ ഷാലോമിന്റെ എല്ലാ മിനിസ്ട്രിയിലും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നേതൃത്വ നിരക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകരെ സമർപ്പിക്കാം. ലോകവ്യാപകമായി ഓരോ ഓഫീസിലും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ അഭിഷേകം വ്യാപരിക്കട്ടെ. പുതിയ സുവിശേഷ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പുതിയ അഭിഷേകങ്ങൾ വെളിപ്പെടട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ദൈവമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ
അഭിഷേകം ഞങ്ങളിലേകണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങളിലേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങളിലേകണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങളിലേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഞങ്ങളിലേകണമേ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി മുട്ടുമേൽ നിൽക്കാം. കണ്ണുകൾ അടച്ചു, കരങ്ങൾ കുപ്പി, ഏറെ ഭയഭക്തി ആദരവോടെ നിൽക്കാം. ദിവ്യകാരുണ്യം ഇന്ന് നമ്മുടെ ശിരസിൻ്റെ മേൽ ഉയർന്നു താഴുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മൾ സമർപ്പിക്കപ്പെട്ടതും ഏൽപ്പിച്ചു കൊടുക്കതുമായ നമുക്കുള്ളതും നമ്മുടേതായിട്ടുള്ള സകലതിനെയും ദിവ്യകാരുണ്യത്താൽ മുദ്ര ചെയ്ത് ഈ രാത്രിയിൽ അവൻ സംരക്ഷിക്കപ്പെടുകയാണ്. അവനാൽ സംരക്ഷിക്കപ്പെടുന്നു, അവനാൽ അനുഗ്രഹിക്കപ്പെട്ട് സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഒരാശീർവാദം നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മേലുയരുന്ന യേശുവിനെ നോക്കി ഈശോയെ നിന്ന് ചങ്ക് പൊട്ടി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, ഈശോയെ, യേശുവേ. യേശുവേ, 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 നന്ദി, യേശുവേ, ആരാധന, യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. വിടുതലുണ്ടാകട്ടെ, ഇവനിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ബന്ധനമെല്ലാം നീങ്ങട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ.